Hi all, this is Shoni from Cato Learning. Cato Learning related ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് 1 or 2 minutes ഞാൻ എടുക്കുക. ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും എക്കണോമിക് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാംസുമാണ് ഈ ഒരു ചാനലിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടാകാം, ഓൾറെഡി നമ്മുടെ വീഡിയോസ് കണ്ടവരുണ്ടാകാം. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഓരോ ക്ലാസ്സസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രോത്സാഹനവുമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ UGC നെറ്റ് എക്കണോമിക്സ്, കേരള സെറ്റ് എക്കണോമിക്സ്, CUT PG എക്കണോമിക്സ്, ദെൻ കേരള PSCയിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ്, സ്പെസിഫിക്കലി HSST എക്കണോമിക്സ്, കൊളീജിയറ്റ് എക്സാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇതുകൂടാതെ ഈ എക്സാംസിനെല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സസ് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, നോട്ട്സ്, PPT, ടെസ്റ്റ് പേപ്പേഴ്സ്, അതുകൂടാതെ ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഓരോ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ചില ലൈവ് സെഷൻസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ മെറ്റീരിയൽസും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോസിന്റെ അടിയിലും നമ്മുടെ നമ്പർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഹായ് ഓൾ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസ് ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ്. അപ്പൊ മോണോപ്പൊളി മാർക്കറ്റിന് ഒരു മോണോപ്പൊളിസ്റ്റ് പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത്. അപ്പൊ എന്താണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പുകളും ഡിഗ്രിയും ആയിരിക്കും നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ ഫോക്കസ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ എന്താണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, അതിന്റെ ബേസിക് ഡെഫിനിഷൻ എന്താണെന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. നമുക്കറിയാം, ഒരു മോണോപ്പൊളിനെ അപേക്ഷിച്ച് എല്ലായ്പ്പോഴും അവർ ശ്രമിക്കുന്നത് എന്താ, ഒരു സൂപ്പർ നോർമൽ പ്രോഫിറ്റിനെ അല്ലെങ്കിൽ പ്രോഫിറ്റിനെ ഇൻക്രീസ് ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പൊ ഈ മോണോപ്പൊളി മാർക്കറ്റിലെ സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മൂലം അവിടുത്തെ സെല്ലർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് അവിടുത്തെ പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ഡിഫറെന്റ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡിഫറെന്റ് പ്രൈസ് ചാർജ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഏതാണ് ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിനോ സർവീസസിനോ ഡിഫറെന്റ് കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡിഫറെന്റ് പ്രൈസസ് ചാർജ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു മോണോപ്പൊളിയുടെ കപ്പാസിറ്റിനെയാണ് അല്ലെങ്കിൽ ആ പവറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ബേസിക്കലി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ബേസിക് ഡെഫിനേഷൻ എന്താണ്, ചാർജിങ് ഡിഫറെന്റ് പ്രൈസസ് ഫോർ ദ ഡിഫറെന്റ് ബയേഴ്സ് ഈസ് കോൾഡ് ദി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അപ്പം ഡിഫറെന്റ് ബയേഴ്സിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഡിഫറെന്റ് കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനോ സർവീസിനോ ഡിഫറെന്റ് പ്രൈസ് ചാർജ് ചെയ്യുന്ന ഈ ഒരു മെക്കാനിസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കുക. അപ്പം സെയിം പ്രൊഡക്റ്റും സെയിം സർവീസും തന്നെയാണ്, പക്ഷെ എന്താണ് ഓരോ കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ ഡെമോഗ്രഫീസ് അല്ലെങ്കിൽ അവരുടെ പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അവർ പർച്ചേസ് ചെയ്യുന്ന ടൈം, ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി മോണോപോളി പലപ്പോഴും എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൈസസ് ചാർജ് ചെയ്യാനുണ്ട്. അപ്പം ഇതിനെയാണ് ബേസിക്കലി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആകണമെങ്കിൽ അവിടെ സെർട്ടൈൻ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഈ കണ്ടീഷനെ കുറിച്ചാണ്. ഐഡന്റിഫൈ ദ നെസസറി കണ്ടീഷൻ ഫോർ ദി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ: എക്സിസ്റ്റൻസ് ഓഫ് മോണോപ്പൊളി, different elasticity of demand, separation of market, no contact between buyers, different elasticity of supply. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ഏതൊക്കെയാണ് ആക്ച്വലി ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആകണമെങ്കിൽ അവിടെ ഉണ്ടാകേണ്ട നെസസറി കണ്ടീഷൻസ് എന്തൊക്കെയാണ്. അപ്പം പ്രൈസ് ഡിസ്ക്രിമിനേഷന്റെ ഡിഫറെന്റ് ടൈപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ഒരു സെല്ലർക്ക് അവിടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആകണമെങ്കിൽ അവിടെ സെർട്ടൈൻ കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ സെർട്ടൈൻ കണ്ടീഷൻ എന്നുള്ളത്? ഏറ്റവും ആദ്യത്തെ കണ്ടീഷൻ എന്താണ്, അവിടെ മോണോപ്പൊളി മാർക്കറ്റ് ആയിരിക്കണം. അതായത് എക്സിസ്റ്റൻസ് ഓഫ് മോണോപ്പൊളി ആണ് ഫസ്റ്റ് കണ്ടീഷനായിട്ട് വരിക. അപ്പം ഒരു മോണോപ്പൊളിക്ക് മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കുക, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആകുക. ഇനി രണ്ടാമത്, സെപ്പറേഷൻ ഓഫ് മാർക്കറ്റ് ഷുഡ് ബി പോസിബിൾ
നോ ട്രാൻസ്ഫർ ഫ്രം ലോ പ്രൈസ്ഡ് മാർക്കറ്റ് ടു ഹയർ പ്രൈസ്ഡ് മാർക്കറ്റ്. അതായത് നമ്മൾ ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പറഞ്ഞ പോലെ എന്താണ്, രണ്ട് ഡിഫറെന്റ് സെറ്റ് ഓഫ് മാർക്കറ്റ് കാണണം. അതായത് ഒരു പർട്ടിക്കുലർ മാർക്കറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, അവിടെ കൂടുതൽ പ്രൈസിനെ ചാർജ് ചെയ്യാൻ സാധിക്കണം, ഒരിടത്ത് നിങ്ങൾക്ക് കുറവ് പ്രൈസ് ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. അപ്പൊ നമുക്കറിയാം ഇലാസ്റ്റിസിറ്റി കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്തോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ എന്താണ്, അവിടെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് ഡിമാൻഡ് എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് അത് ഹൊറിസോണ്ടൽ വരിക. അപ്പൊ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെങ്കിൽ അവിടുത്തെ പ്രശ്നം എന്താ, പ്രൈസിൽ ഒരു ചെറിയ ഇൻക്രീസ് ഉണ്ടായാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കംപ്ലീറ്റ്ലി സീറോ ആവും. അതായത് പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ അത് കാര്യമായിട്ട് അഫക്ട് ചെയ്യും. അതെന്താണ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇല്ലാതാവും. അതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഹൈ ആയിട്ടുള്ളത്. അപ്പൊ ഒരു മോണോപ്പൊളിനെ അപേക്ഷിച്ച് മോണോപ്പൊളിക്ക് മേ ബി രണ്ട് മാർക്കറ്റുകളാണ്, ടു ഡിഫറെന്റ് മാർക്കറ്റുകളാണ്. ഒരു പർട്ടിക്കുലർ മാർക്കറ്റ് എന്ന് പറയുന്ന അവിടുത്തെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും, മറ്റിടത്ത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, കോട്ടയം എറണാകുളം എടുക്കുക. കോട്ടയം എറണാകുളം എന്ന് പറഞ്ഞ രണ്ട് മാർക്കറ്റാണ്. കോട്ടയത്തെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് കുറവാണ്, പക്ഷെ എറണാകുളത്തെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടുതലാണെന്ന് വിചാരിക്കുക. അപ്പൊ എറണാകുളത്ത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് വളരെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യും. പക്ഷെ കോട്ടയത്ത് നിങ്ങൾ എത്ര പ്രൈസിനെ ഇൻക്രീസ് ചെയ്താലും അവിടെ എന്താണ്, നിങ്ങൾക്ക് സെയിം ക്വാണ്ടിറ്റി ഡിമാൻഡ് അവിടെ കിട്ടും. അപ്പം ഇവിടെ എന്ത് ചെയ്യാം, കോട്ടയത്ത് ഹയർ പ്രൈസ് ചാർജ് ചെയ്യാം, എറണാകുളത്ത് എന്താണ് ലോവർ പ്രൈസ് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മോണോപ്പൊളി എന്ത് ചെയ്യും, ഈ കോട്ടയത്ത് ഹയർ ചാർജ് ചെയ്യും. കാരണം അവിടെ എത്ര പ്രൈസ് ചേഞ്ച് ചെയ്താലും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് സംഭവിക്കുന്നില്ല. പക്ഷെ എറണാകുളത്തെ അപേക്ഷിച്ച് എറണാകുളത്തിൽ നിങ്ങൾ എന്താണ് ഏറ്റവും ലോ ആയിട്ട് പൈസ ചാർജ് ചെയ്യത്തുള്ളൂ. എന്തിനാ, ഇവര് പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കൂടുതലാണ്, അതുകൊണ്ട് അവിടുത്തെ കസ്റ്റമേഴ്സ് സീറോ. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ലോ പ്രൈസ് ആണ് ചാർജ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, ഈ മാർക്കറ്റുകൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ലോ പ്രൈസ് ചാർജ് ചെയ്ത എറണാകുളത്ത് നിന്ന് എന്താണ് സാധനങ്ങൾ ആളുകൾ മേടിച്ച് മേ ബി ഹൈ പ്രൈസ് ആയ കോട്ടയത്ത് കൊണ്ട് സെല് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇതൊരിക്കലും പോസിബിൾ ആയിരുന്നു. അതുകൊണ്ടാണ് രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ്. മാർക്കറ്റിനെ കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഒരിക്കലും ലോ പ്രൈസ് മാർക്കറ്റിൽ നിന്ന് ഹൈ പ്രൈസ് മാർക്കറ്റിൽ കൊണ്ടുവന്ന് സാധനങ്ങൾ സെല് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാകരുത്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്, ഡിഫറെന്റ് ഇലാസ്റ്റിസിറ്റി ഡിഫറെന്റ് ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇലാസ്റ്റിസിറ്റി ഡിഫറെന്റ് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആകത്തില്ല. ഇനി അതുപോലെ തന്നെ നോ കോണ്ടാക്ട് ബിറ്റ്വീൻ ബയേഴ്സ്. ഇങ്ങനെ 4 മേജർ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സെല്ലർക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കുക, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആണ്. അപ്പൊ ഏറ്റവും ആദ്യത്തെ എന്താണ്, മോണോപ്പൊളി ആയിരിക്കണം. രണ്ടാമത്തത് എന്താണ്, മാർക്കറ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ്. മൂന്നാമത്തത് ഡിഫറെന്റ് ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ആയിരിക്കണം, സപ്ലൈ അല്ല ഡിമാൻഡ് ആയിരിക്കണം. നോ കോണ്ടാക്ട് ബിറ്റ്വീൻ ബയേഴ്സ്. ഇങ്ങനെ 4 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇവിടെ ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആകും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എക്സിസ്റ്റൻസ് ഓഫ് മോണോപ്പൊളി ഫസ്റ്റ് കണ്ടീഷൻ ആണ്. രണ്ടാമത്തെ ഡിഫറെന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതും കണ്ടീഷൻ ആണ്. സെപ്പറേഷൻ ഓഫ് മാർക്കറ്റ്, അതും കണ്ടീഷൻ ആണ്. നോ കോണ്ടാക്ട് ബിറ്റ്വീൻ ബയേഴ്സ്, അതും കണ്ടീഷൻ ആണ്. ദെൻ ഡിഫറെന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അല്ല, സപ്ലൈ അവിടെ നമുക്ക് പറഞ്ഞില്ല. അതുകൊണ്ട് 5 ഇല്ലാത്ത ബാക്കിയുള്ള 1, 2, 3 and 4 ആണ് റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഓരോ ടൈപ്പുകളിലേക്കും പോവാണ്. ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷന് ഡിഫറെന്റ് ടൈപ്പുകളുണ്ട്. അപ്പൊ മേജർ ആയിട്ട് നമ്മൾ അതിനെ ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, അതുപോലെ തന്നെ തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അപ്പൊ ഇങ്ങനെ 3 ഡിഗ്രീസ് ആയിട്ട് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ തിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്താണ്, പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കുക. അപ്പം ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷനെ നമുക്ക് എങ്ങനെയൊക്കെ വിളിക്കാം, പേഴ്സണലൈസ്ഡ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ടു അപ്ലൈ ദിസ് മോണോപോളിസ്റ്റ് ഷുഡ് ഹാവ് perfect knowledge about the customers. Seller fixes maximum possible prices to each customers. Highest possible producer surplus and zero consumer surplus. അപ്പം ഇവിടെ സംഭവിക്കുന്ന എന്താണ്, ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഓരോ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഓരോ കൺസ്യൂമേഴ്സ് അവിടെ തരാൻ റെഡി ആകുന്ന മാക്സിമം പ്രൈസിനെ മോണോപോളിസ്റ്റ് എന്ത് ചെയ്യും, അക്യൂർ ചെയ്യാൻ ശ്രമിക്കും. അല്ലെങ്കിൽ മാക്സിമം പ്രൈസിനെ അയാൾ എന്ത് ചെയ്യും, ചാർജ് ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബാർഗെയിനിങ്, പലപ്പോഴും നമ്മൾ വില വേസ്റ്റ് സാധനം മേടിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ പലപ്പോഴും ടൂറൊക്കെ പോകുമ്പോൾ. അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന്
കിട്ടുന്ന പ്രൈസ് തന്നെ ആയിരിക്കണം എന്നല്ല വേറൊരു കസ്റ്റമറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ കൺസ്യൂമറുടെ കയ്യിൽ നിന്നോ മേടിക്കുന്നത്. അപ്പൊ ഓരോരുത്തരും തഴാൻ റെഡി ആകുന്ന മാക്സിമം പ്രൈസിനെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് അക്യൂർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഓരോ സെല്ലേഴ്സും. അപ്പം ഓരോ കസ്റ്റമേഴ്സിനെ കുറിച്ചും അവരുടെ കൃത്യമായിട്ടുള്ള അവരുടെ കുറിച്ചുള്ള നോളജും ഒരു സെല്ലർക്ക് ഉണ്ടായാൽ മാത്രമാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആകുക. Gathering sufficient customer data to implement personalized pricing can be difficult and may raise privacy concerns. Additionally, pricing transparency becomes an issue as customers may feel unfairly treated if they learn they are being charged more than others. Difficulty to adopt because it requires the company to know each buyers perfectly. അപ്പം ഇവിടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് വളരെ റെയറസ്റ്റ് ആയിട്ട് നടക്കുന്ന കേസസ് ആണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ എന്ത് ചെയ്യണം, സെല്ലർക്ക് അവിടുത്തെ കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ കസ്റ്റമറെ പറ്റി ഫുൾ നോളജ് ഉണ്ടാകണം. അപ്പം ഒരു പർട്ടിക്കുലർ ബയറിൽ നിന്ന് ഒരു പ്രൈസ് മേടിച്ചു, മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വേറൊരു പ്രൈസ് മേടിച്ചു. അപ്പൊ ഇവര് തമ്മിൽ ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ്, ആ പറയുന്ന ഹയർ പ്രൈസ് ചാർജ് ചെയ്ത കസ്റ്റമർക്ക് എന്താണ് നമ്മളോട് അല്ലെങ്കിൽ ആ സെല്ലറോട് ഒരു എന്താണ് നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഇംപ്രഷൻ ആയിരിക്കില്ല ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആകണമെങ്കിൽ ഒരു കമ്പനിയെയോ അല്ലെങ്കിൽ ഒരു സെല്ലറെ അപേക്ഷിച്ച് അവർ എന്ത് ചെയ്യണം, അവിടുത്തെ ബയേഴ്സിനെ കുറിച്ച് പെർഫെക്റ്റ്ലി നോളജ് ഉള്ളവരായിരിക്കണം. അപ്പൊ ഇത് എല്ലായ്പ്പോഴും പോസിബിൾ അല്ലല്ലേ. നമുക്ക് പറയാം ലക്ഷങ്ങളോ അല്ലെങ്കിൽ ആയിരങ്ങളോ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ കുറിച്ച് എല്ലാരെയും ഇൻഡിവിജ്വലി അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലേഴ്സിനെ അപേക്ഷിച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇവിടെ ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇവിടുത്തെ ഫീച്ചർ എന്താണ്, ഓരോ കൺസ്യൂമേഴ്സും തരാൻ റെഡി ആകുന്ന മാക്സിമം വില്ലിംഗ്നെസ് ടു പേനെ എന്ത് ചെയ്യുന്നു, അവര് അക്യൂർ ചെയ്യാൻ സെല്ലേഴ്സ് ശ്രമിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് സീറോയും പ്രൊഡ്യൂസർ സർപ്ലസ് മാക്സിമം ആയിരിക്കും. പ്രൈസ് ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷനിലെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ഇവിടുത്തെ എന്താണ് പ്രൊഡ്യൂസർ സർപ്ലസ് മാക്സിമം, കൺസ്യൂമർ സർപ്ലസ് സീറോ ആയിരിക്കും. ഇനി ഇത് കൂടാതെ ഇവിടെ സംഭവിക്കുന്ന വളരെ അഡീഷണൽ അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു പർട്ടിക്കുലർ ഫിനോമിനയാണ് ഇവിടെ അലോക്കേറ്റീവ് എഫിഷ്യൻസി മോണോപ്പൊളി കൈവരിക്കുന്നത്. അപ്പം പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷനിലെ ഒരു സ്പെസിഫിക് ഫീച്ചർ ആണ് മോണോപ്പൊളി മാർക്കറ്റിൽ എന്താണ് അലോക്കേറ്റീവ് എഫിഷ്യൻസി കൈവരിക്കാന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് അലോക്കേറ്റീവ് എഫിഷ്യൻസി കൈവരിക്കുക എന്നുള്ളത് നമുക്കറിയാം. ഓൾറെഡി പറഞ്ഞതനുസരിച്ച് ഒരിക്കലും മോണോപ്പൊളിക്ക് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസിയോ അലോക്കേറ്റീവ് എഫിഷ്യൻസിയോ അച്ചീവ് ചെയ്യാൻ സാധിക്കത്തില്ല. അലോക്കേറ്റീവ് എഫിഷ്യൻസിയുടെ കണ്ടീഷൻ എന്താണ്, P=MC എന്നുള്ളതാണ്. AC/MC റിലേഷൻ ആണ് നമ്മുടെ പ്രൊഡക്റ്റീവ് എഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞത്. അപ്പം ഈ ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആയാൽ അവിടെ ഉണ്ടാകുന്ന ഒരു സ്പെസിഫിക് ഫീച്ചർ ആണ് മോണോപ്പൊളിക്ക് എന്ത്, അവിടുത്തെ അലോക്കേറ്റീവ് എഫിഷ്യൻസി ഉണ്ടാകുക എന്നുള്ളത്. അതെങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ള അടുത്തത് പറഞ്ഞിരിക്കുന്നത്. ഇൻ പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ the monopolist charge each customer their maximum willingness to pay. So every additional unit is sold at exactly the price buyer is willing to pay. No need to lower the price for all previous unit. അതായത് നമുക്കറിയാം, നമ്മൾ പലപ്പോഴും മോണോപ്പൊളിയുടെ പ്രൈസ് എഫക്റ്റും ക്വാണ്ടിറ്റി എഫക്റ്റും പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു, അഡീഷണൽ യൂണിറ്റുകൾ സെല് ചെയ്യണമെങ്കിൽ മോണോപ്പൊളിനെ അപേക്ഷിച്ച് എന്ത് ചെയ്യണം, പ്രൈസിനെ കുറയ്ക്കണം എന്ന് പറഞ്ഞു. പക്ഷെ പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വരുമ്പോൾ ഇവിടെ എന്താണ്, ആ ഒരു കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓരോ കസ്റ്റമേഴ്സും തരാൻ റെഡി ആകുന്ന മാക്സിമം പ്രൈസിനെ അയാൾ എന്ത് ചെയ്യും, അക്യൂർ ചെയ്യാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രൈസിനെ എല്ലായ്പ്പോഴും കുറയ്ക്കണമെന്ന് നിർബന്ധമില്ല. Therefore, marginal revenue from each extra unit sold is equal to price of the customer pay. അപ്പൊ MR is equal to price എന്നുള്ള ഒരു കണ്ടീഷൻ ഇവിടെ ഫുൾഫിൽ ചെയ്യുന്നു. Also, since each unit is sold at a different prices, AR is equal to price because AR is the average of the prices received and each price is individually charged. Under perfect price discrimination, the monopolist MR coincide with the demand curve and achieve allocative efficiency. അപ്പം ഈ പറയുന്ന കണ്ടീഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ MR ഡിമാൻഡ് കർവുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നു. അതായത് MRഉം ARഉം കോയിൻസൈഡ് ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ MRഉം ARഉം അല്ലെങ്കിൽ ഈ പറയുന്ന MRഉം ഡിമാൻഡ് കർവും കോയിൻസൈഡ് ചെയ്യുന്നു. അങ്ങനെ അലോക്കേറ്റീവ് എഫിഷ്യൻസി അച്ചീവ് ചെയ്യുന്നു. Here the profit maximization condition becomes MC is equal to AR, which is same as MC is equal to MR.
since MR is equal to AR. Under perfect price discrimination, the margin revenue curve coincide with the market demand curve. So the monopolist will produce until MC is equal to price of the product. അപ്പം MC is equal to price എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാൻ സഹായിക്കുന്നു. ഇതെന്താണ്, വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കേസാണ്. മോണോപ്പൊളി മാർക്കറ്റ് അലോക്കേറ്റീവ് എഫിഷ്യൻസി അച്ചീവ് ചെയ്യുന്ന വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ പറയുന്ന ഈ ഏതാണ് അലോക്കേറ്റീവ് എഫിഷ്യൻസി, അതായത് MR-ഉം AR-ഉം ഡിമാൻഡ് കർവും എന്ത് ചെയ്യുന്നു, കോയിൻസൈഡ് ചെയ്യുന്നു. അപ്പൊ അതുവഴി ഇവിടുത്തെ പ്രൊഡ്യൂസർ സർപ്ലസിനെ മാക്സിമൈസ് ചെയ്യാൻ ഈ ഫസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ പോസിബിൾ ആവുന്നു. അത് തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, ഇവിടെ ഒരു സെല്ലർ അവിടുത്തെ കസ്റ്റമേഴ്സ് തരാൻ റെഡി ആകുന്ന അല്ലെങ്കിൽ അവരുടെ വില്ലിംഗ്നെസ് ടു പേനെ മുഴുവനായിട്ടും അക്വയർ ചെയ്യാൻ ശ്രമിക്കുന്നു. ഓരോ കസ്റ്റമേഴ്സിനും ഡിഫറെന്റ് പ്രൈസ് ആയിരിക്കും. അപ്പൊ ഓരോരുത്തരും മാക്സിമം തരാൻ ഉദ്ദേശിക്കുന്ന പ്രൈസിനെ അവര് അക്വയർ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതാണ് ഫസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കുക. ഇനി നെക്സ്റ്റ് വൺ ആണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഇതിനെ നമ്മൾ എന്താണ് പ്രൊഡക്റ്റ് വേർഷനിങ് എന്ന് വിളിക്കാറുണ്ട്. പ്രൊഡക്റ്റ് വേർഷനിങ് എന്ന് വിളിച്ചാലും സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാലും സെയിം ആണ്. The second degree price discrimination involves offering different prices for different versions of the same product or services based on quantity, quality or feature. Customers select the option that best matches their willingness to pay. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ ഈ പറയുന്ന ഡിഫറെന്റ് പ്രൈസ് എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് വേർഷൻസ് ഓഫ് ദ പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യുന്നു. അതായത് നമുക്കറിയാം പ്രൊഡക്റ്റുകളുടെ ഡിഫറെന്റ് വേർഷൻസ് ഉണ്ട്. മേ ബി ക്വാളിറ്റിയുടെ വേർഷൻ കാണാം, ക്വാളിറ്റി കൂടിയത് കാണാം, കുറവ് കാണാം, ഇല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതൽ കാണാം, കുറവ് കാണാം. ഇനി അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അപ്പൊ ഇങ്ങനെയുള്ള ഏതാണ് ഒരു പ്രൊഡക്റ്റിന്റെ തന്നെ ഡിഫറെന്റ് വേർഷൻസിന് എന്ത് ചെയ്യുന്നു, പലപ്പോഴും പല പ്രൈസിനെ ചാർജ് ചെയ്യുന്ന ഈ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വേർഷൻ എന്ന് വിളിക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം മേ ബി 1 kg ഓഫ് റൈസിന് ചിലപ്പം എത്രയാണ് 10 rupees. 10 അല്ല, ഇപ്പൊ നമുക്ക് അതിൽ കൂടുതലാണ്. പക്ഷെ നിങ്ങളൊന്ന് വിചാരിക്കുക, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് 1 kg മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 10 rupees കൊടുക്കണം. അപ്പൊ നിങ്ങൾ 10 kg എന്ത് ചെയ്യാണ് മേടിക്കുവാണെങ്കിൽ അവിടെ ഉണ്ടാകേണ്ട പ്രൈസ് എന്ന് പറയുന്നത് 100 ആണ്. പക്ഷെ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി മേടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് ഡിസ്കൗണ്ട്സ് കിട്ടാറുണ്ട്. ഇപ്പൊ 10 kg ഒന്നിച്ച് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 90 രൂപ കൊടുത്താൽ മതി, അല്ലെങ്കിൽ 80 രൂപ കൊടുത്താൽ മതി. പക്ഷെ 1 kg നിങ്ങൾ മേടിച്ചാൽ 10 രൂപ കൊടുക്കണം. അപ്പം ഇൻഡിവിജ്വലി നിങ്ങൾ ഓരോ kg മേടിച്ചു കഴിഞ്ഞാൽ 100 rupees കൊടുക്കേണ്ടി വരും. പക്ഷെ ഇവിടെ ഒരു ബൾക്കായിട്ട് നിങ്ങൾ 100 kgs മേടിച്ചാൽ നിങ്ങൾ അതിനോട് പ്രപ്പോർഷൻ ആയിട്ടുള്ള ഒരു പ്രൈസ് കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ ഡിസ്കൗണ്ട്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നു. അതായത് ഏതാണ് 10 kgക്ക് 90 rupees ആണ് ആവുക. അപ്പൊ ഇതുകൊണ്ട് ഈ പറയുന്ന സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നമ്മൾ എന്താണ് നോൺ ലീനിയർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പം നോൺ ലീനിയർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാനുള്ള മേജർ റീസൺ ഇവിടുത്തെ ക്വാണ്ടിറ്റിയും ടോട്ടൽ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇല്ല. അപ്പൊ ഇവിടെ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ 10 kgക്ക് 100 ആണായിരുന്നു. പക്ഷെ ഇവിടെ 10 kgക്ക് 90 rupees മാത്രമാണ് ചാർജ് ചെയ്യുക. അപ്പം സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്താണ് സംഭവിക്കുക, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ ഡിഫറെന്റ് വേർഷൻസിന് അല്ലെങ്കിൽ ഡിഫറെന്റ് ക്വാണ്ടിറ്റിക്ക് എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് പ്രൈസസ് ചാർജ് ചെയ്യുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് വേർഷനിങ് അല്ലെങ്കിൽ നോൺ ലീനിയർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കുക. അപ്പം ഇനിഷ്യലി ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ ഓരോ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും അവര് തരാൻ റെഡി ആകുന്ന മാക്സിമം പ്രൈസിനെ ചാർജ് ചെയ്യുന്നു. രണ്ടാമത്തെ പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ തന്നെ ഡിഫറെന്റ് വേർഷനിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൈസ് ചാർജ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തതാണ് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് പ്രൈസിംഗ് എന്ന് വിളിക്കുക. ഇൻ ദിസ് അപ്രോച്ച് ബിസിനസ് ചാർജ് ഡിഫറെന്റ് പ്രൈസസ് ടു distinct consumer group based on identifiable characteristics such as age, location or time of purchases. അപ്പം ഇവിടെ എന്താണ്, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ അവരുടെ ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെല്ലർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറിസിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, ഡിഫറെന്റ് പ്രൈസസ് ചാർജ് ചെയ്യണം. അപ്പൊ ഒന്നുകൂടെ ആലോചിക്കാം. ആദ്യത്തെ എന്താണ്, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഡിഫറെന്റ് കസ്റ്റമേഴ്സ് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസിന്റെ ഡിഫറെന്റ് പ്രൈസ് ചാർജ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് ഡിഗ്രി. സെക്കൻഡ് ഡിഗ്രീസിൽ എന്താ സംഭവിക്കുന്നത്, ഒരു പ്രൊഡക്റ്റിന്റെ തന്നെ ഡിഫറെന്റ് വേർഷനിൽ നിന്ന് അല്ലെങ്കിൽ ഡിഫറെന്റ് ക്വാണ്ടിറ്റിയിൽ നിന്ന് ഡിഫറെന്റ് പ്രൈസ് ചാർജ് ചെയ്യുന്നു. മൂന്നാമത്തെ എന്താണ്, ഒരു ഗ്രൂപ്പിനെ ബേസ് ചെയ്ത ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ ഗ്രൂപ്പിൽ നിന്ന് ഡിഫറെന്റ് ചാർജ് ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മൂവി തിയേറ്റേഴ്സ് ഏതാണ് സീനിയർ സിറ്റിസൺസിന് ഡിസ്കൗണ്ടിൽ കിട്ടും അല്ലെ.
ഇനി അതുപോലെ തന്നെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ചിൽഡ്രൻസിന് എന്താണ് പൊതുവെ ടിക്കറ്റ് റേറ്റുകൾ കുറവാണ്. അപ്പം ഇങ്ങനെയുള്ള ഓരോ കസ്റ്റമേഴ്സിന്റെയും ഡെമോഗ്രാഫിക്കൽ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിഫറെന്റ് പ്രൈസ് ചാർജ് ചെയ്യുന്നതിനെ നമ്മൾ തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കാം. This technique is widely used in the sectors like entertainment, transport and hospitality. അപ്പം ഏറ്റവും ഓഫൺ ആയിട്ട് നമ്മൾ ഇത് കാണുന്നത് എന്താണ്, ഈ മൂവി ടിക്കറ്റിലും അതുപോലെ തന്നെ നമ്മൾ ഏതാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഡിഫറെന്റ് റീജിയൻസിൽ ഡിഫറെന്റ് പ്രൈസ് ആയിരിക്കും, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈമിൽ ഡിഫറെന്റ് പ്രൈസ് ആയിരിക്കും. ഏറ്റവും അടുത്ത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയ ഹൈ ചാർജ് ആയിരിക്കും. നമ്മൾ ഒത്തിരി നാൾ മുമ്പേ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയ വളരെ ലോ കോസ്റ്റ് നമുക്ക് കിട്ടാനുള്ള ചാൻസസും ഉണ്ട്. അപ്പം ഈ ഡെമോഗ്രാഫിക്കൽ ഫീച്ചേഴ്സിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ കസ്റ്റമേഴ്സ് ഗ്രൂപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് ലൊക്കേഷൻ ആകാം, ഏജ് ആകാം, അല്ലെങ്കിൽ ടൈം ഓഫ് പർച്ചേസ് ആകാം, ഇങ്ങനെയുള്ള എലമെന്റ്സിനെ യൂസ് ചെയ്തുകൊണ്ട് ഡിഫറെന്റ് പ്രൈസ് ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വിളിക്കുക. അപ്പം ഈ പറയുന്ന പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ജനറലി എന്താണ്, ചാർജിങ് ഡിഫറെന്റ് പ്രൈസസ് ഫോർ ദി സെയിം ഗുഡ് ഫ്രം ഡിഫറെന്റ് കസ്റ്റമേഴ്സ്. ഇനി അവിടെ ഫസ്റ്റ് ഡിഗ്രി ഉണ്ട്, സെക്കൻഡ് ഡിഗ്രി ഉണ്ട്, തേർഡ് ഡിഗ്രി ഉണ്ട്. ഫസ്റ്റ് ഡിഗ്രിയിൽ ഓരോ കസ്റ്റമേഴ്സ് തരാൻ റെഡി ആകുന്ന മാക്സിമം പ്രൈസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു. അവിടുത്തെ മേജർ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്, അവിടെ അലോക്കേറ്റ് എഫിഷ്യൻസി അച്ചീവ് ചെയ്യുന്നു. അതിനെ നമ്മൾ പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ നമ്മൾ എന്താണ് പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലൈസ്ഡ് പ്രൈസിംഗ് നമ്മൾ വിളിക്കാം. ഇനി രണ്ടാമത്തേതായിരുന്നു എന്ത്, സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വേർഷനിങ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരു പ്രൊഡക്റ്റിന്റെ തന്നെ ഡിഫറെന്റ് വേർഷൻസിൽ നിന്ന് ഡിഫറെന്റ് പ്രൈസ് ചാർജ് ചെയ്യുന്നതിനെയാണ് സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ നോൺ ലീനിയർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കുക. തേർഡ് വൺ ആണ് ഗ്രൂപ്പ് പ്രൈസിംഗ് എന്ന് വിളിക്കുക അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഇവിടെ കസ്റ്റമേഴ്സിന്റെ ഐഡന്റിഫൈബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് കാറ്റഗറീസിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിഫറെന്റ് പ്രൈസ് ചാർജ് ചെയ്യുന്നത്. അത് ഏജ് ആകാം, ലൊക്കേഷൻ ആകാം, ടൈം പ്രിഫറൻസ് ആകാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പം ഇനി അടുത്തതായിട്ട് നമ്മൾ കാണേണ്ടതാണ് ഒരു ഇന്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അതായത് ഒരു സെല്ലർ ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലും സെല്ല് ചെയ്യുമ്പം ഇവിടെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൈസസ് ഈ രണ്ട് മാർക്കറ്റിലും ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കുക. അപ്പം എന്താണ് ഇന്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഇന്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ occur when a producer sell the same product at different prices in different market. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് തന്നെ എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് പ്രൈസസിൽ രണ്ട് ഡിഫറെന്റ് മാർക്കറ്റിൽ സെല് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ഇതിനെ ഡംപിംഗ് എന്ന് വിളിക്കാറുണ്ട്. This happens when the producer has the monopoly power in one market and faces a perfect competition in another. അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിലെ ഈ സെല്ലർ എന്തായിരിക്കും, മോണോപ്പൊളി ആയിരിക്കും. അതായത് വേറൊരു കോമ്പറ്റീറ്റേഴ്സും അവിടെ ഇല്ല, അയാൾക്ക് എത്ര പ്രൈസ് വേണേലും ചാർജ് ചെയ്യാം. പക്ഷെ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എന്താണ്, അവിടെ ഇയാൾക്ക് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് ഫേസ് ചെയ്യേണ്ടവര്. അതായത് പല രാജ്യങ്ങളിൽ നിന്നുള്ള സെല്ലേഴ്സ് ഉണ്ട്. അപ്പം ഇയാൾ എന്ത് ചെയ്യുന്നു, ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇയാൾ മോണോപ്പൊളി ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഹയർ ചാർജ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നു. പക്ഷെ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഫോറിൻ മാർക്കറ്റിലേക്ക്, വേൾഡ് മാർക്കറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ എന്താണ്, മറ്റ് കൺട്രീസിലെ സെല്ലേഴ്സും ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. അതുകൊണ്ട് ഡൊമസ്റ്റിക് മാർക്കറ്റിനേക്കാളും കമ്പാരിറ്റീവ്ലി ചീപ്പർ ആയിട്ട് അല്ലെങ്കിൽ ലെസ് പ്രൈസിൽ വേൾഡ് മാർക്കറ്റിൽ ഈ പ്രൊഡക്റ്റുകളെ സെല് ചെയ്യാൻ റെഡി ആവുന്നു. ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഡംപിംഗ് എന്ന് വിളിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് ഡംപിംഗ്. Dumping occur when a producer charges a lower price in the international market than in the domestic market. അപ്പം ഇവിടെ ഡംപിംഗ്, അതായത് ഇന്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള, ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഒരു വേൾഡ് മാർക്കറ്റിലും ഡിഫറെന്റ് പ്രൈസ് ചാർജ് ചെയ്യുന്നതിനെയാണ് ഇന്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഡംപിംഗ് സംഭവിക്കുന്നത് എപ്പോഴാണ്, ഇന്റർനാഷണൽ മാർക്കറ്റിൽ ലോവർ പ്രൈസിലും ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഹയർ പ്രൈസിലും ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡംപിംഗ് എന്ന് വിളിക്കുക. അപ്പം ഡംപിംഗ് ഉണ്ടാകാനുള്ള മേജർ റീസൺ എന്താണ്, ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ലെസ് ഇലാസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡ് കർവ് ആണ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ അവിടെ എന്താണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് ഫേസ് ചെയ്യുന്നുണ്ട്, മോർ ഇലാസ്റ്റിക് ആണ്. അതുകൊണ്ട് വളരെ ലെസർ ആയിട്ടുള്ള ഒരു പ്രൈസ് എന്ത് ചെയ്യുന്നു, ചാർജ് ചെയ്യുന്നു. അപ്പൊ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എന്ത് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒരുപാടുണ്ട്, അവൈലബിലിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ലോവർ പ്രൈസ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ആണ്, ഹയർ പ്രൈസ് ചാർജ് ചെയ്യും. ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ വേൾഡ് മാർക്കറ്റിൽ ഏതാണ്, അവിടുത്തെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് മോർ ആണ്. കാരണം സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഒരുപാടുണ്ട്, മറ്റ് കോമ്പറ്റീറ്റീവ്സ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ഒരു ലോവർ പ്രൈസും ചാർജ് ചെയ്യുന്നത്. അപ്പൊ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഹയർ പ്രൈസും ഇന്റർനാഷണൽ മാർക്കറ്റിൽ ലോവർ പ്രൈസും ചാർജ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡംപിംഗ് എന്ന് വിളിക്കുക. അപ്പൊ പേര് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ഡംപിംഗ്. അപ്പം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡംപിംഗ് ഉണ്ട്. ഏറ്റവും ആദ്യത്തെ ടൈപ്പിനെയാണ് നമ്മൾ
പെർസിസ്റ്റന്റ് ഡംപിംഗ് എന്ന് വിളിക്കുക. ഏറ്റവും ആദ്യത്തെ ടൈപ്പ് ആണ് പെർസിസ്റ്റന്റ് ഡംപിംഗ്. When a monopolist continuously sell a portion of his commodity at a higher price in the domestic market and the remaining output at a lower price in the foreign market is called persistent dumping. അപ്പൊ ഇവിടെ എന്താ ചെയ്യുക? പെർസിസ്റ്റന്റ് ഡംപിംഗിൽ ഒരേ ഒരു കാര്യമുള്ളൂ, ഡൊമസ്റ്റിക് മാർക്കറ്റിൽ മോണോപ്പൊളി പവർ ഉണ്ട്, വേൾഡ് മാർക്കറ്റിൽ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രൊഡ്യൂസർ അയാളുടെ ഒരു നല്ല ശതമാനം എന്ത് ചെയ്യുന്നു, ഈ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഹയർ പ്രൈസിൽ സെല് ചെയ്യുന്നു. എന്നിട്ട് ബാക്കി വരുന്ന മിച്ചം വരുന്ന പോർഷൻസ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഒരു ലോവർ പ്രൈസിൽ സെല് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ പെർസിസ്റ്റന്റ് ഡംപിംഗ് എന്ന് പറയുക. വളരെ സിമ്പിൾ ആണ് പെർസിസ്റ്റന്റ് ഡംപിംഗ്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നല്ലൊരു പോർഷൻ വലിയ പ്രൈസിൽ സെല് ചെയ്യാൻ ശ്രമിക്കുന്നു, ദെൻ മിച്ചം വരുന്ന പോർഷൻസ് ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിൽ ലോവർ പ്രൈസിൽ സെല് ചെയ്യുന്നു. അതിനുള്ള മേജർ റീസൺ എന്താണ്? അവിടെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് ഇയാള് ഫേസ് ചെയ്യുന്നത്. അപ്പൊ മോണോപ്പൊളി പവർ എന്താണ് ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ള. അപ്പൊ ഇങ്ങനെയുള്ള ഡംപിങ്ങിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? പെർസിസ്റ്റന്റ് ഡംപിംഗ്. ഇവിടെ ചേഞ്ച് ചെയ്യുന്നില്ല, ഇതെന്താണ് കണ്ടിന്യൂ ചെയ്യുന്നത്, അതിനെയാണ് പെർസിസ്റ്റന്റ് ഡംപിംഗ് എന്ന് വിളിക്കുക. ഇനി രണ്ടാമതാണ് പ്രെഡേറ്ററി ഡംപിംഗ് എന്ന് വിളിക്കുക. അപ്പൊ പ്രെഡേറ്ററി ഡംപിംഗ് ഇവിടെ എന്താണ്? ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇനിഷ്യലി വളരെ ലോ കോസ്റ്റിൽ എന്ത് ചെയ്യുന്നു, സെല് ചെയ്യുന്നു. അതായത് കോസ്റ്റിനേക്കാളും വളരെ ലെസ് ആയിട്ടുള്ള പ്രൈസിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ സെല് ചെയ്യുന്നു. എന്തിനാ അങ്ങനെ സെല് ചെയ്യുന്നത്? ഇങ്ങനെ സെല് ചെയ്യുമ്പോൾ കൂടുതൽ കസ്റ്റമർ ഗ്രൂപ്പിനെ ഇയാൾക്ക് കിട്ടുന്നു, അതുവഴി കോമ്പറ്റീറ്റേഴ്സ് എന്താണ് മാർക്കറ്റിന് വെളിയിലേക്ക് പോകുന്നു. അങ്ങനെ എന്താണ് ഇയാൾക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടിക്കഴിയുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും? അഗെയിൻ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അതായത് ഇവിടെ പറയുന്നത് predatory dumping is the temporary sale of a commodity at below cost or at a lower price abroad in order to drive foreign producers out of the business, after which prices are raised abroad to take advantage of the newly acquired monopoly power. ഒരു മോണോപ്പൊളി പവർ കിട്ടുന്നത് വരെ അവർ എന്ത് ചെയ്യുന്നു, ഇന്റർനാഷണൽ മാർക്കറ്റിൽ വളരെ ലോ ആയിട്ടുള്ള കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റിനേക്കാളും താഴത്തെ ഒരു പ്രൈസ് എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ സെല് ചെയ്യാൻ റെഡി ആവുന്നു. പക്ഷെ ഈ പറയുന്ന മോണോപ്പൊളി പവർ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പ്രെഡേറ്ററി ഡംപിംഗ് എന്ന് വിളിക്കുക. പിന്നെ മൂന്നാമത്തെ എന്താണ്? സ്പൊറാഡിക് ഡംപിംഗ്. സ്പൊറാഡിക് ഡംപിംഗ് എന്നാണ് ലാസ്റ്റ് വൺ വരിക. ഇവിടെ എന്താ സംഭവിക്കുക? ഇൻ സച്ച് എ സിറ്റുവേഷൻ the producers sell the unsold stock at a low price in the foreign market without reducing the domestic price. അപ്പം ഇവിടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നു, സെല് ചെയ്യാൻ സാധിക്കാതെ വരുന്ന അൺസോൾഡ് ആയിട്ടുള്ള എമൗണ്ടിനെ എന്ത് ചെയ്യുന്നു, ഫോറിൻ മാർക്കറ്റിൽ ലോ പ്രൈസിൽ സെല് ചെയ്യുന്നു. പക്ഷെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഒരിക്കലും അയാൾ എന്ത് ചെയ്യത്തില്ല, അയാളുടെ പ്രൈസിനെ ലോവർ ചെയ്യത്തില്ല. അപ്പം ഈ ഡൊമസ്റ്റിക് പലപ്പോഴും ചൈനയൊക്കെ ചെയ്യുന്നത് ഈ ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ചൈനയൊക്കെ കൂടുതലും ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ പെൻ ഡ്രൈവുകൾ കണ്ടിട്ടില്ലേ, നമ്മുടെ സാൻഡിസ്ക് പോലുള്ള പെൻ ഡ്രൈവുകൾ. അപ്പൊ നമുക്കറിയാം അതെന്താണ്, പ്ലാസ്റ്റിക് കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പം ചൈനയിൽ ഉണ്ടാകുന്ന വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എന്ത് ചെയ്തു, യൂസ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഈ പറയുന്ന പെൻ ഡ്രൈവുകൾ, സ്മോൾ സാൻഡിസ്ക് പോലുള്ള പ്ലാസ്റ്റിക് പെൻ ഡ്രൈവ്സ് ക്രിയേറ്റ് ചെയ്യുക. ഇത് ക്രിയേറ്റ് ചെയ്ത ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് അവർ എന്ത് ചെയ്യുന്നു, സെല് ചെയ്യുന്നു ലോവർ പ്രൈസിൽ. അപ്പം ഇതെന്താണ്, കൈൻഡ് ഓഫ് ഡംപിംഗ് ആണ്. അപ്പൊ ഇങ്ങനെ വളരെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് പലപ്പോഴും ഡംപിങ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് പല രാജ്യങ്ങളും ഈ പറയുന്ന ഡംപിംഗ് ആക്ടിവിറ്റിക്കെതിരെ പല ലോസും എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സ്പൊറാഡിക് ഡംപിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൊമസ്റ്റിക് മാർക്കറ്റിൽ സെല് ചെയ്യാൻ സാധിക്കാത്ത പ്രൊഡക്റ്റുകളെ എന്ത് ചെയ്യുന്നു, ഫോറിൻ മാർക്കറ്റിൽ വളരെ ലോ കോസ്റ്റിൽ സെല് ചെയ്യുന്നു, എന്ത് ചെയ്യുക, ഡംപ് ചെയ്യാണ്. അപ്പം 3 കൈൻഡ് ഓഫ് ഡംപിംഗ് ആണ് പെർസിസ്റ്റന്റ് ഡംപിംഗ്. ഇവിടെ എന്താണ്, ലോവർ പ്രൈസിൽ ഇന്റർനാഷണൽ മാർക്കറ്റിലും ഡൊമസ്റ്റിക് പ്രൈസിൽ ഹയർ പ്രൈസിലും ചാർജ് ചെയ്യുന്നു. രണ്ടാമത്തെ എന്താണ്, ഒരു ലോ കോസ്റ്റ് പ്രൈസ് ഇനിഷ്യലി ചാർജ് ചെയ്യുന്നു, അതിനുശേഷം മോണോപ്പൊളി പവർ കിട്ടുമ്പോൾ ഹയർ പ്രൈസിലേക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ മൂവ് ചെയ്യുന്നു. സ്പൊറാഡിക് ഡംപിംഗിൽ എന്താണ്, മിച്ചം വരുന്ന പോർഷൻ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ സെല് ചെയ്യാതെ മിച്ചം വരുന്ന പോർഷൻസ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ലോ കോസ്റ്റിൽ സെല് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ഡംപിംഗ് ആണ് ഇവിടെ നമ്മൾ കണ്ടത്. അപ്പം ഇന്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡംപിംഗ് എന്ന് വിളിക്കുക. അപ്പം 2 ഡിഫറെന്റ് മാർക്കറ്റ്, ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഒരു വേൾഡ് മാർക്കറ്റിലും 2 ഡിഫറെന്റ് പ്രൈസസ് ചാർജ് ചെയ്യുന്ന ഈ ഒരു ടെക്നിക്കാണ് ഇന്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അപ്പം 3 ടൈപ്പ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷനും അതുപോലെ തന്നെ ഇന്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷനും എന്താണെന്ന് കൃത്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്തൊക്കെയാണ് കണ്ടീഷൻ എന്നുള്ളത്? എക്സിസ്റ്റൻസ് ഓഫ് മോണോപ്പൊളി, ഡിഫറെന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, സെപ്പറേഷൻ ഓഫ് മാർക്കറ്റ്, നോ കോണ്ടാക്ട് ബിറ്റ്വീൻ ബയേഴ്സ്. ആ 4 എണ്ണാണ് കണ്ടീഷൻ. ഡിഫറെന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അല്ല, ഡിമാൻഡ് ആണ്. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി ചാർജിങ് എ ഡിഫറെന്റ് പ്രൈസ് ഇൻ ഡിഫറെന്റ് മാർക്കറ്റ് ഈസ് കോൾഡ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഡിഫറെന്റ് മാർക്കറ്റിൽ ഡിഫറെന്റ് പ്രൈസ് ചാർജ് ചെയ്യുന്ന എന്താണ്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വിളിക്കാം അല്ലെ. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നമുക്ക് വിളിക്കാൻ പറ്റുക. ഇപ്പം സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം,
ഡിഫറെന്റ് വേർഷൻസ് ഓഫ് പ്രൊഡക്റ്റിന് അല്ലെ, ക്വാണ്ടിറ്റിനെ ബേസ് ചെയ്തോ ക്വാളിറ്റിനെ ബേസ് ചെയ്തോ ഡിഫറെന്റ് വേർഷൻസ് ആയിരിക്കണം ഡിഫറെന്റ് പ്രൈസ് ചാർജ് ചെയ്യുക. തേർഡ് ഡിഗ്രി ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാം, ഡിഫറെന്റ് കസ്റ്റമർ ഗ്രൂപ്പുകളെ ബേസ് ചെയ്യുക അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ സ്പെസിഫിക് ഫീച്ചേഴ്സ് വെച്ച് ഡിഫറെന്റ് പ്രൈസ് ചാർജ് ചെയ്യണം. ഇനി പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡിഫറെന്റ് ചാർജ് ചെയ്യണം. അപ്പം ഇത് മൂന്നും ആവില്ല. ഏതാണ് നമുക്ക് ജനറലി പറയാൻ പറ്റുന്ന ചാർജിങ് ഡിഫറെന്റ് പ്രൈസ് ഇൻ ഡിഫറെന്റ് മാർക്കറ്റ് ഈസ് കോൾഡ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ്. ഇനി ഇന്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഡംപിംഗ് ഉണ്ടായിരുന്ന കുറച്ചുകൂടെ നമുക്ക് അത് ചൂസ് ചെയ്യാം. ഓക്കെ, ദെൻ if a monopolist offer 10% discount to the student for his product and charging others the market price, it is a case of first degree price discrimination, second degree price discrimination, third degree price discrimination, fourth degree price discrimination. അപ്പൊ fourth degree എന്ന് പറഞ്ഞ ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ? ഇല്ല. അപ്പം ഇവിടെ മോണോപോളിസ്റ്റിക്ക് കൊടുത്തിരിക്കുന്ന സ്റ്റുഡന്റിനാണ്. അപ്പൊ അതായത് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനാണ്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഇതെന്താണ്, തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ്. അപ്പം ഡിഫറെന്റ് കസ്റ്റമർ ഗ്രൂപ്പ് പ്രൈസിംഗ് അല്ലേ, അപ്പൊ തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ് ഗ്രൂപ്പ് പ്രൈസിംഗ് എന്ന് വിളിക്കുക. The condition in which all the consumer surplus is taken away by the seller is first degree price discrimination, second degree price discrimination, third degree price discrimination, none of the above. നമുക്കറിയാം കൺസ്യൂമർ സർപ്ലസ് 0 ആവുകയും പ്രൊഡ്യൂസർ സർപ്ലസ് മാക്സിമം ആവുന്നത് ഏതാണ്, ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ്. അപ്പം ഏതാണ് പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. കൺസ്യൂമർ സർപ്ലസ് ഈസ് ലാർജസ്റ്റ് ഇൻ ഡിസ്ക്രിമിനേറ്റിംഗ് മോണോപ്പൊളി, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, സിംഗിൾ പ്രൈസ് മോണോപ്പൊളി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. കൺസ്യൂമർ സർപ്ലസ് ആയാലും പ്രൊഡ്യൂസർ സർപ്ലസ് ആയാലും മാക്സിമം ആകുന്നത് എവിടെയാണ്, അത് പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലാണ്. അതൊരിക്കലും മോണോപ്പൊളിയിലല്ല അല്ലെങ്കിൽ മോണോപോളിസ്റ്റിക്കിലല്ല. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദെൻ a discriminating monopolist will charge a higher price in the market in which the price elasticity of demand is greater, supply is smaller, supply is greater, demand is smaller. ഹയർ പ്രൈസ് ചാർജ് ചെയ്യുന്ന എവിടെയാണ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കൂടിയിടത്താണ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കുറവുള്ളിടത്താണ്. നമുക്കറിയാം, ഞാൻ കോട്ടയത്തിന്റെയും എറണാകുളത്തിന്റെയും കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞതനുസരിച്ച് കോട്ടയത്തിലെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ലെസ് ആണ്. അതിനർത്ഥം ഇവിടുത്തെ പ്രൈസിന് എത്ര ചേഞ്ച് വന്നാലും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ എറണാകുളത്തെ അപേക്ഷിച്ച് അവിടുത്തെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടുതലാണ്. പ്രൈസിൽ ഉണ്ടാകുന്ന ചെറിയ വേർഷൻ എന്താണ്, വളരെ വലിയ ഇമ്പാക്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാക്കും. അതുകൊണ്ട് ഒരിക്കലും ഒരു ഹയർ പ്രൈസ് ചാർജ് ചെയ്യാൻ എവിടെ പറ്റില്ല, എറണാകുളത്ത് പറ്റില്ല, പക്ഷെ കോട്ടയത്ത് പറ്റും. കോട്ടയത്ത് ഇലാസ്റ്റിസിറ്റി കുറവായതുകൊണ്ട്. അപ്പൊ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഏതാ, ഇത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് സ്മോളർ. അപ്പൊ ഹയർ പ്രൈസ് ചാർജ് ചെയ്യുന്ന എപ്പോഴും ഡിമാൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് സ്മോളർ ആയിട്ടുള്ളവർക്കും, ഇനി ലോവർ പ്രൈസ് ചാർജ് ചെയ്യുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഹൈ ആയിട്ടുള്ള മാർക്കറ്റിലും. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആയിട്ട് വരുന്നത്. അണ്ടർ ഡിസ്ക്രിമിനേറ്റിംഗ് മോണോപ്പൊളി, ഇഫ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻ മാർക്കറ്റ് 1 is 2 and market 2 is 1, elasticity is being in the absolute term, then the price behavior of the monopolist will to charge a higher price in market 1, to charge a higher price in market 2, to charge the same price in both the market. In market 1, charge double price of that is charged in market 2. അപ്പൊ ഇവിടെ രണ്ട് മാർക്കറ്റുകളാണ്, മാർക്കറ്റ് 1 മാർക്കറ്റ് 2. അപ്പൊ മാർക്കറ്റ് 1 എന്താണ്, ഇലാസ്റ്റിസിറ്റി 2 ആണ്, മാർക്കറ്റ് 2 ഇലാസ്റ്റിസിറ്റി 1 ആണ്. അപ്പൊ അബ്സല്യൂട്ട് ടേംസ് ആയതുകൊണ്ട് ഇലാസ്റ്റിസിറ്റി കൂടുതലുള്ളത് ഏത് മാർക്കറ്റിലാ, മാർക്കറ്റ് 1 ഇലാസ്റ്റിസിറ്റി കൂടുതലുള്ളത്. മാർക്കറ്റ് 2 എന്താണ്, 1 ഇലാസ്റ്റിസിറ്റി ഉള്ളു. അപ്പൊ അബ്സല്യൂട്ട് ടേംസിലായതുകൊണ്ട് ഇലാസ്റ്റിസിറ്റി കുറവുള്ളത് മാർക്കറ്റ് 2 ഇലാസ്റ്റിസിറ്റി കൂടുതലുള്ളത് മാർക്കറ്റ് 1 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി എന്താ ചെയ്യേണ്ടത്, മാർക്കറ്റ് 1 ലെസർ പ്രൈസ് ചാർജ് ചെയ്യണം, മാർക്കറ്റ് 2 ഹയർ പ്രൈസ് ചാർജ് ചെയ്യണം. അതല്ലേ റൈറ്റ് ആയിട്ട് വരിക. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, ടു ചാർജ് ഹയർ പ്രൈസ് ഇൻ മാർക്കറ്റ് 1 അല്ല, മാർക്കറ്റ് 1 നിങ്ങൾ ഹയർ പ്രൈസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഇലാസ്റ്റിസിറ്റി കൂടുതലാണ്, ക്വാണ്ടിറ്റി ഡിമാൻഡിനെ അത് നെഗറ്റീവ്ലി അഫക്ട് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അപ്പൊ അത് പറ്റില്ല. ടു ചാർജ് എ ഹയർ പ്രൈസ് ഇൻ മാർക്കറ്റ് 2 എക്സാക്ട്ലി റൈറ്റ്. മാർക്കറ്റ് 2 ഹയർ പ്രൈസ് ചാർജ് ചെയ്യാൻ കാരണം ഇലാസ്റ്റിസിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്, അതുകൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ റൈറ്റ് ആണത്. ടു ചാർജ് എ സെയിം പ്രൈസ് ഇൻ ബോത്ത് അല്ല, ഒരിക്കലും സെയിം പ്രൈസ് ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടത്തണം. ഇൻ മാർക്കറ്റ് 1 ചാർജ് ഡബിൾ ദ പ്രൈസ് ദാറ്റ് ഈസ് ചാർജ് ഇൻ മാർക്കറ്റ് 2 അല്ല, അവിടെ മാർക്കറ്റ് 1 കൂടുതൽ ചാർജ് ചെയ്താൽ അവിടുത്തെ ഡിമാൻഡ് ഇല്ലാതാവും. അപ്പം റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 2 ആണ്, ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആയിട്ട് വരിക. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. ദെൻ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ്. Under first degree price discrimination, monopolists sell different unit of output for different prices and these prices may differ from
പേഴ്സൺ ടു പേഴ്സൺ. ഇപ്പൊ ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഡിഫറെന്റ് സെല്ലർ എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്, ഡിഫറെന്റ് പ്രൈസസ് ഡിഫറെന്റ് പീപ്പിളിന്റെ നിന്ന് മേടിക്കുന്നു. അതായത് ഓരോ ആളുകൾക്കും ഡിഫറെന്റ് ആണ് പ്രൈസ്. അപ്പൊ ഒബ്വിയസ്ലി അതെന്താണ് പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഓരോ ആളുകൾക്കും ഡിഫറെന്റ് ആണെങ്കിൽ അത് പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ്, റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ അണ്ടർ തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, monopolists sell different unit of output for different prices, but every individual who buy the same amount of good pay the same price. അങ്ങനെയാണോ? അല്ല. തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷന് ഓരോ കസ്റ്റമർ ഗ്രൂപ്പിനും ഡിഫറെന്റ് പ്രൈസ് ആണ്. ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് ചാർജ് ചെയ്യുന്ന പ്രൈസ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇവിടെ തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷന്റെ ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്, അത് കറക്റ്റ് അല്ല. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. അപ്പൊ നിങ്ങൾ അതൊന്നുകൂടെ സ്ലോലി വായിച്ചു നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് അണ്ടർ ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ മോണോപോളിസ്റ്റ് സെൽ ഡിഫറെന്റ് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഫോർ ഡിഫറെന്റ് പ്രൈസസ്. അവിടെ തന്നെ എന്താണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഡെഫിനേഷൻ ആണ്. ഇത് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ എന്ന് അറിഞ്ഞാൽ മതി. ആൻഡ് ദീസ് പ്രൈസ് മേ ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആണ്, അത് ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ്. ഇനി അണ്ടർ തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ monopolists sell different unit of output for different prices. അതായത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഡെഫിനേഷൻ. ഇനി ബട്ട് every individual who buy the same amount of the goods pay the same price. അങ്ങനെയാണോ? അല്ല, സെയിം പ്രൈസ് അല്ല ചാർജ് ചെയ്യേണ്ടത് തേർഡ് ഡിഗ്രി പ്രൈസിന്. ഓരോ ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പുകൾക്കും ഡിഫറെന്റ് പ്രൈസ് ആണ്. അപ്പം അത് റൈറ്റ് അല്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പം ഈ മോണോപ്പൊളി മാർക്കറ്റിലെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത്. അപ്പൊ നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേഷന്റെ ഡിഗ്രീസ് കണ്ടു, ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി. അപ്പൊ ഫസ്റ്റ് ഡിഗ്രീനെ നമ്മൾ പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിച്ചു. അവിടെ എന്താണ് അലോക്കേറ്റീവ് എഫിഷ്യൻസി അച്ചീവ് ചെയ്യുന്നുണ്ട്. പേഴ്സണലൈസ്ഡ് പ്രൈസിംഗ് എന്ന് നമ്മൾ ഫസ്റ്റ് ഡിഗ്രീനെ വിളിക്കാറുണ്ട്. സെക്കൻഡ് ഡിഗ്രീനെ നമ്മൾ എന്താണ് നോൺ ലീനിയർ പ്രൈസിംഗ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വേർഷനിങ് എന്ന് വിളിക്കാറുണ്ട്. തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷനെ നമ്മൾ ഗ്രൂപ്പ് പ്രൈസിംഗ് എന്നും വിളിക്കാറുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇന്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആയുള്ള ഡംപിങ്ങിനെ അറിഞ്ഞിരിക്കുക. പെർസിസ്റ്റന്റ് ഡംപിംഗ് ഉണ്ട്, പ്രെഡേറ്ററി ഡംപിംഗ് ഉണ്ട്, സ്പൊറാഡിക് ഡംപിംഗ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ 3 കൈൻഡ് ഓഫ് ഡംപിംഗ് പറഞ്ഞിരിക്കുക. അതൊരു ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഒരു വേൾഡ് മാർക്കറ്റിലും ഏതാണ് 2 ഡിഫറെന്റ് പ്രൈസസ് ചാർജ് ചെയ്യുന്നതിനെയാണ് ഇന്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. കാറ്റോ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് 1 or 2 minutes ഞാൻ എടുക്കുക. ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും എക്കണോമിക് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാംസുമാണ് ഈ ഒരു ചാനലിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടാകാം, ഓൾറെഡി നമ്മുടെ വീഡിയോസ് കണ്ടവരുണ്ടാകാം. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഓരോ ക്ലാസ്സസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രോത്സാഹനവുമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ UGC നെറ്റ് എക്കണോമിക്സ്, കേരള സെറ്റ് എക്കണോമിക്സ്, CUT PG എക്കണോമിക്സ്, ദെൻ കേരള PSCയിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ്, സ്പെസിഫിക്കലി HSST എക്കണോമിക്സ്, കൊളീജിയറ്റ് എക്സാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇതുകൂടാതെ ഈ എക്സാംസിനെല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സസ് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, നോട്ട്സ്, PPT, ടെസ്റ്റ് പേപ്പേഴ്സ്, അതുകൂടാതെ ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഓരോ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ചില ലൈവ് സെഷൻസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ മെറ്റീരിയൽസും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോസിന്റെ അടിയിലും നമ്മുടെ നമ്പർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.